മനസ്സിലാക്കാനായിട്ട് നാളാവില്ല. ഈ ഫോണൊക്കെ ഈ ഫോണിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് പോക്കറ്റ് ബൈബിളായിട്ട് കൊണ്ട് കിടന്നൂടെ? അല്ലാതെ ബൈബിള് താങ്ങി പിടിച്ച് നടക്കേണ്ട കാര്യമില്ല നാട്ടുകാരെ കാണിക്കാനായിട്ട്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പം ഇത് പറയാനായിട്ടെങ്കിലും ബൈബിളിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ല, എനിക്കത് മതി. പിന്നെ ബൈബിൾ ആപ്പിൻ്റെ കാര്യം, അതൊക്കെ എൻ്റെ ഫോണിലും ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും മൊബൈൽ കൊണ്ടുപോകാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ ബൈബിൾ ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു പവിത്രതയുമില്ല. നാം എന്ത് പ്രകടിപ്പിക്കുന്നു അതാണ് നമ്മുടെ വരും തലമുറയും അതുതന്നെയാണ് മാതൃകയാക്കുന്നത്. വിശ്വാസം പ്രചരിപ്പിക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ മരിക്കും മുമ്പ് എനിക്ക് ചെയ്യാം. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു തോമസുട്ടി അവിടെ എന്ത് ഇന്നിതൊരു ഒന്നില്ലല്ലോ. എനിക്കറിയില്ലേ, അവനാ ബൈബിളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും നേരം കുറയാവും. പണ്ട് നമ്മുടെ ജോർജായിട്ട് ഇപ്പോൾ ഒന്നിനും വയ്യ. ഡയാലിസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊക്കെ. അയ്യോ പാവം ജോർജേട്ടൻ നല്ല ആളായിരുന്നു. തോമസുട്ടി വല്ല സെമിനാരി വല്ലതും വെച്ചിട്ടുണ്ടോ? എടാ അത് വിട്. നീ അറിഞ്ഞ ഇത്തവണത്തെ ഒളിമ്പിക്സ് ഷോയിൽ ക്രിസ്ത്യാനിറ്റിയെ പരിഹസിച്ചു കേട്ടോ. എനിക്കുണ്ടല്ലോ തരിച്ചു വന്നതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ ക്രിസ്ത്യാനികളെ മാത്രം ലോകം ഇങ്ങനെ കളിയാക്കുന്നത്? എടാ അതാടാ പറഞ്ഞ വല്ലപ്പോഴൊക്കെ ബൈബിൾ എടുത്ത് വായിക്കുന്നത്. ക്രിസ്ത്യാനികൾ അപമാനിക്കപ്പെടുമെന്ന് സുവിശേഷത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? പിന്നെ ഈ ലോകാവസാനത്തിന്റെ പ്രവചനങ്ങൾ പലതും വെളിപാടിന്റെ പുസ്തകത്തിലുണ്ടല്ലോ. ഏത് വെളിപാടിന്റെ പുസ്തകം? നമ്മുടെ മോഹൻലാൽ സിനിമ. എടാ പോടാ, അതല്ലടാ നമ്മുടെ ബൈബിളിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം, വെളിപാടിന്റെ പുസ്തകം. എടാ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് മാത്രമല്ല വിശ്വാസം, ക്രിസ്തുവിൽ അന്ധമായി വിശ്വസിക്കുകയും ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമാണ് സത്യവിശ്വാസം. എടാ ഈ തോമസിലേക്ക് അച്ഛനാവാനുള്ള വല്ല പോക്കാണോ? എടാ ജോയല്, ഇത് അച്ഛന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതൊരു അൽമായനും വിശുദ്ധിയോട് ജീവിക്കാനുള്ള ബാധ്യതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ തന്നെ നീ കണ്ടില്ലേ, എന്തോരം പേര് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ കളിയാക്കുന്നുണ്ട്. എടാ ജോയൽ, ഈ ബൈബിളുണ്ട്, ഈ ബൈബിളിൽ 2500 പ്രവചനങ്ങളുണ്ട്. ഇതിനകത്ത് 2000 നിറവേറി കഴിഞ്ഞു, ഇനി 500 കൂടി ഉണ്ട്. ഇതെല്ലാം അന്ത്യകാലത്തിനെ പറ്റിയുള്ളതാണ്. ഇത് നമ്മൾ നാട്ടുകാർക്കോ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫോണും കുത്തിയല്ലേ ഇരിക്കത്തുള്ളൂ. അത് ശരിയാണ്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ മാസത്തെ വിൻസെന്റ് ഡീപ്പോളുടെ സഹായം ആർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എടാ അത് നമുക്ക് വല്ല ഓഫനേജിൽ പോയി കൊടുത്താലോ? ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാം, നല്ല ആൾക്കാർ കാണട്ടെ നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച. എന്നിട്ട് എന്തിനാ സഹായം കിട്ടിയവനെ പരസ്യമായി അപമാനിക്കാനോ? അതൊന്നും വേണ്ട. സഹായിക്കുമ്പോൾ ഇരു ചെവി അറിയാതെ വേണം സഹായിക്കാൻ. നമുക്ക് ജോർജേട്ടനെ സഹായിച്ചാലോ? ജോർജേട്ടനെയാ? അയാൾക്ക് 8 മൂടാനുള്ള സ്വത്തുണ്ട്, ഒരു വലിയ ബംഗ്ലാവും, പിന്നെ എന്തിനാ? എടാ ജോയല്ലേ, പുറമേ നോക്കുമ്പോൾ ശരിയാണ്, പക്ഷെ എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ വരും. എന്നാൽ ശരി, നാളെ പോ. ബൈ, നാളെ കാണാം. ശരി, ബൈ. എടിയെ ആരാണെന്ന് നോക്കിക്കേ. പിന്നെ ഇതെല്ലാം എടുത്ത് മാറ്റിക്കോ. വെറുതെ എന്തിനാ നമ്മുടെ ഇല്ലായ്മ മറ്റുള്ളവരെ കാണിക്കുന്നത്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, സാരമില്ല. ഞാൻ പോയി നോക്കട്ടെ ആരാ വന്നതെന്ന്.
ഇത് നമ്മുടെ പള്ളിയിലെ പിള്ളേരായേട്ടാ. ഇവർക്കാണോ സഹായിട്ട് വന്നേ? വാ മക്കളെ, ചായ എടുക്കട്ടെ മക്കളെ. ഓ വേണ്ട ചേച്ചി, ഞങ്ങള് കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ ജോർജ് ചേട്ടാ സുഖല്ലേ? ആ മോനെ സുഖമായിരിക്കുന്നു. എന്താ ചേട്ടാ ബ്രെഡിന് ചായയൊക്കെ? ഇന്ന് ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലേ? എടാ ഡയറ്റിംഗ് ആടാ. അല്ല ജോർജ് ചേട്ടാ. മക്കളൊക്കെ എന്താ പറയുന്നത് ജോർജ് ചേട്ടാ? ഡയാലിസിസിനൊക്കെ പോകുന്നില്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ആ മക്കളൊക്കെ എല്ലാരും സുഖമായിരിക്കുന്നു, എന്നും വിളിക്കാറുണ്ട്. പിന്നെ ഡയാലിസിസിന് അങ്ങനെയൊന്നും പോകാറില്ല. അതെന്താ, ആരും കൊണ്ടുപോയിട്ടാണോ? അല്ല മക്കളെ, കാശിന് കാശ് തന്നെ വേണ്ടേ? അറിയാം, പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല. ഈ വീടും ഈ കാണുന്ന പറമ്പ് എല്ലാം കേസിലാണ് മക്കളെ. ഇതൊക്കെ എന്തിനാ ഈ പിള്ളേരോട് ഇരുന്ന് പറയുന്നത്? ഓ അത് വിടടി. ആ മക്കളെ, നിങ്ങളിപ്പോ എന്തിനാ അങ്ങോട്ട് വന്നേ? അത് ജോർജ് ചേട്ടാ, ഞങ്ങളൊരു ഗിഫ്റ്റ് തരാവുന്നതാ. അത് ജോർജ് ചേട്ടാ, ഞങ്ങൾ വിൻസെന്റ് പോളുടെ ഭാഗമായിട്ട് വീടുകളിൽ പോവാറുണ്ട്. അവരെ സാമ്പത്തികമായിട്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാറുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഇവിടേക്ക് വന്ന് തന്നെ ഗിഫ്റ്റ് തരാവുന്നത്. എന്റെ ചെറുപ്പത്തില് ജോർജ് ചേട്ടൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജോർജ് ചേട്ടാ, ഇതിപ്പോ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ജോർജ് ചേട്ടാ, ഇതിനകത്ത് കുറച്ച് പൈസ ഉണ്ട്. ഒരു 1-2 ഡയാലിസിസിനുള്ളത് ഉണ്ടാവും. ഇനി ഡയാലിസിസ് മുറക്കരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മക്കളെ. ജോർജ് ചേട്ടാ, ഞാൻ നിൽക്കുന്നില്ല. ആ മോനെ തോമസേ, ഒന്ന് നിന്നെ. ഞാൻ കുറെ നേരമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിന്റെ കയ്യിൽ ഒരു ബൈബിളൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ ബൈബിളൊന്നും കൊണ്ട് നടക്കാറില്ല. ഞാൻ ചേട്ടനെ കണ്ട് ഇൻസ്പയർഡ് ആണ് ചേട്ടാ. ഞങ്ങൾ പറയാറുണ്ട് ജോർജ് ചേട്ടാ, ഈ തോമസ് കുട്ടി ജോർജ് ചേട്ടനെ പോലെയാണെന്ന്. ഈ ബൈബിള് എനിക്ക് താഴെ വയ്ക്കാൻ പോലും തോന്നുന്നില്ല. എവിടെ പോവാനും എന്ത് തീരുമാനിക്കാനും ഈ ബൈബിൾ എന്നെ സഹായിക്കുന്നു. ഇറങ്ങട്ടെ ജോർജ് ചേട്ടാ, ഞങ്ങൾ പിന്നെ വരാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എപ്പോഴും നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് പള്ളിയിൽ പോകുമ്പോഴും എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും ഞാൻ നിങ്ങളെ കളിയാക്കാറില്ലേ? പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മെഴുകുതിരി പോലെയാണ്. സ്വയം ജ്വലിച്ച് മറ്റുള്ളവരെ എല്ലാം ജ്വലിപ്പിച്ച് ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്ന ഒരു മെഴുകുതിരി പോലെയാണ്. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഈ ദാനത്തിന് ദൈവത്തിന് നന്ദി പറയാം. ജോയലെ, ബൈബിൾ ഞാൻ നാളെ തൊട്ടെടുക്കാം. സോഷ്യൽ മീഡിയ ഇത്ര വളർന്നിട്ടും സോഷ്യൽ സെക്ടറിന് അത്ര നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് യൂത്ത് മിനിസ്ട്രിയിൽ എന്തായാലും ഒന്ന് ചർച്ച ചെയ്യണം. എടാ, ഈ പള്ളി പെരുന്നാളിൻ്റെ ആഘോഷങ്ങളുടെ വീഡിയോസും ഫോട്ടോസും മാത്രം നമ്മൾ ഈ ഷെയർ ചെയ്താൽ പോരാ. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എടാ, കുർബാന തുടങ്ങി, പള്ളി കയറാം. നാം ഇന്ന് കാണുന്ന ഈ തെങ്ങുമാവുന്നു നമ്മൾ നട്ടതല്ല. ആരൊക്കെയോ നട്ട മരങ്ങൾ നമ്മൾ ഫലം അനുഭവിക്കും. വിശ്വാസവും അങ്ങനെ തന്നെയാണ്. ആരൊക്കെയോ പകർന്നു വന്ന വിശ്വാസത്തിന്റെ സാക്ഷികളാണ്.